ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 31ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയൊക്കെ പാട്ടുകൾ പഠിച്ചുകൊണ്ടിരുന്നായിരുന്നു. നമ്മൾ അതിൽ മുക്കാല മുക്കാബുല എന്ന് പറയുന്ന പാട്ടിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആയിട്ടുള്ള അനുപല്ലവിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം പാർട്ട് 2 എന്ന് പറയുമ്പം അനുപല്ലവിയും ചരണവും വരും, രണ്ടും സെയിം ട്യൂണാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ നമുക്ക് മറ്റേതും പഠിക്കാം. അപ്പം പാർട്ട് 2ലേക്ക് കിടക്കാം. അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പാർട്ട് 2 ആയിട്ടുള്ള മുക്കാല മുക്കാബുലയുടെ പാർട്ട് 2. ഓക്കെ, അതിൻ്റെ നോട്ടുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ട്യൂൺ ജൂറാസിക് പാർക്കിന്ത സുഖமான ജോലിയാൽ നോസ് മ്യൂസിക് പാടി വരുത് അതാണ് ട്യൂൺ. അത് വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, അപ്പം ലാ 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 ലാ. അപ്പം ആദ്യത്തെ ആ ഭാഗമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. സി 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 എഫ് 4 പ്രാവശ്യം, എഫ് 4 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് ഡി ഷാർപ്പ്. ഓക്കെ, സി 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 എഫ് 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 ജി, ഡി ഷാർപ്പ്. സി സി എഫ് 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 ഡി ഷാർപ്പ്. 4 എഫ് വരണം. എഫ് 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 ഡി ഷാർപ്പ്. സി സി എഫ് 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 ഡി ഷാർപ്പ്. സി സി എഫ് 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 ഡി ഷാർപ്പ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡി ഷാർപ്പ് എഫ് ജി, ഡി ഷാർപ്പ് എഫ് ജി എഫ്, ഡി ഷാർപ്പ് എഫ് ജി എഫ്. അത് കഴിഞ്ഞിട്ട് എഫ് ഡി ഷാർപ്പ് ഡി സി, എഫ് ഡി ഷാർപ്പ് ഡി സി, എഫ് ഡി ഷാർപ്പ് ഡി സി. ഓക്കെ, എഫ് ഡി ഷാർപ്പ് ഡി സി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എഫ് ഡി ഷാർപ്പ് ഡി സി. നോട്ട് വരുന്നുണ്ട്, നിങ്ങൾ ഡിസ്പ്ലേയിൽ നോട്ട് നോക്കി വായിക്കുക. അപ്പം അത് ഫുൾ എന്ന് പറയുന്നത് അങ്ങനെയാണ് നോട്ട് വരുന്നത്. ഇനി അടുത്തത് ലാ 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 ലാ. അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് സി 4 പ്രാവശ്യം ഡി ഷാർപ്പ്. സി 4 പ്രാവശ്യം ഡി ഷാർപ്പ്. സി 4 പ്രാവശ്യം ഡി ഷാർപ്പ്. ഡി സി, സി 4 പ്രാവശ്യം ഡി ഷാർപ്പ്. ഡി സി, ഡി സി, ഡി സി എ ഷാർപ്പ്, ഡി സി, ഡി സി എ ഷാർപ്പ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. സി 4 പ്രാവശ്യം ഡി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഡി ഷാർപ്പ്, 4 പ്രാവശ്യം ഡി ഷാർപ്പ്. അത് കഴിഞ്ഞിട്ട് ഡി ഡി സി, അത് കഴിഞ്ഞിട്ട് ഡി സി എ ഷാർപ്പ്. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, അതാണ് അടുത്തത്. വീണ്ടും ലാ 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 ലാ.
ഇനി നമ്മൾ ടോപ്പിലേക്ക് വായിക്കുകയാണ്. ഇതിൽ ഈ നോട്ടിൽ ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ. ആദ്യ ഭാഗത്ത് ഒരു ജിയും കൂടെ ചേർത്ത് നമ്മൾ ടോപ്പിലോട്ട് വായിക്കുക. ടോപ്പിലോട്ട് വായിക്കുമ്പോൾ ഇതിൻ്റെ നോട്ടിൽ നമുക്ക് ലഭിക്കും. അതായത് അടുത്ത നോട്ടെന്ന് പറയുന്നത് ജി സി സി ജി സി സി 3 പ്രാവശ്യം എഫ് ഡി ഷാർപ്പ്, 3 പ്രാവശ്യം എഫ് പിന്നെ ഡി ഷാർപ്പ്. ജി സി സി 3 പ്രാവശ്യം എഫ് അതിഞ്ഞിട്ട് ഡി ഷാർപ്പ്. ഓക്കെ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ് ജി എഫ്. അത് കഴിഞ്ഞിട്ട് എഫ് ഡി ഷാർപ്പ് ഡി സി, എഫ് ഡി ഷാർപ്പ് ഡി സി, എഫ് ഡി ഷാർപ്പ് ഡി സി, എഫ് ഡി ഷാർപ്പ് ഡി സി. സെയിം തന്നെയാണ്, ഇപ്പറ വായിച്ചത് തന്നെയാണ് നമ്മൾ ടോപ്പിലോട്ടും വായിക്കുന്നത്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ജി ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓക്കെ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് സെയിം പോലെ തന്നെ അടുത്ത നോട്ട് എന്ന് പറയുന്നത് സി 4 പ്രാവശ്യം ഡി ഷാർപ്പ്, ഡി സി ഡി സി ഡി സി എ ഷാർപ്പ്. മുമ്പത്തെ സെയിം തന്നെയാണ്, അതൊന്നും കൊണ്ട് നമ്മൾ ടോപ്പിലേക്ക് വായിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഭൂകമ്പം വന്നാലെന്ന ഭൂലോകം നിന്നാലെന്ന ലാ 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 ലാ. ഓക്കെ അതാണ് നമ്മൾ അടുത്ത വായിക്കാൻ പോകുന്നത്. അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് ആദ്യത്തെന്ന് പറയുന്നത് ഏഷ സി സി, എ ഷാർപ്പ് 2 സി, എ ഷാർപ്പ് കഴിഞ്ഞിട്ട് 2 സി, കഴിഞ്ഞിട്ട് എ ഷാർപ്പ് കഴിഞ്ഞ് 3 സി. ആദ്യത്തത് എ ഷാർപ്പ് 2 സി പിന്നെ എ ഷാർപ്പ് 3 സി. ഓക്കെ അത് 2 പ്രാവശ്യം വായിക്കുക. അടുത്തത് സി ഡി ഷാർപ്പ് സി, സി ഡി ഷാർപ്പ് സി, സി ഡി ഷാർപ്പ് സി എ ഷാർപ്പ്. സി എ സി ഡി ഷാർപ്പ്, സി ഡി ഷാർപ്പ് സി പിന്നെ സി ഡി ഷാർപ്പ് സി എ ഷാർപ്പ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. സി ഡി ഷാർപ്പ് സി, സി ഡി ഷാർപ്പ് സി എ ഷാർപ്പ്. ഓക്കെ അത് ഒരുമിച്ച് വായിക്കുക. ഓക്കെ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ലാസ്റ്റ് ലൈൻ ലാ 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 ലാ. ഓക്കെ അത് നമുക്ക് സെയിം തന്നെയാണ്. സി 4 പ്രാവശ്യം എഫ് ഡി ഷാർപ്പ്, സി എഫ് 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 ഡി ഷാർപ്പ് 4 എഫ് വരും. സി 4 എഫ് ഡി ഷാർപ്പ്. അടുത്തത് ഡി ഷാർപ്പ് എഫ് ജി എഫ്, ഡി ഷാർപ്പ് എഫ് ജി എഫ്, ഡി ഷാർപ്പ് എഫ് ജി എഫ്. അടുത്തത് എഫ് ഡി ഷാർപ്പ് ഡി സി, സി എ ഹോൾഡ് ചെയ്യുക. എഫ്
ഡി ഷാർപ്പ് ഡി സി. ഓക്കെ, വളരെ അത് മുമ്പത്തെ സെയിം തന്നെയാണ്, ആ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. സി എഫ് 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 ഡി ഷാർപ്പ്, ഡി ഷാർപ്പ് എഫ് ജി എഫ്, എഫ് ഡി ഷാർപ്പ് ഡി സി. അത് കഴിഞ്ഞിട്ട് സി എ ഷാർപ്പ്, സോറി, സി ഡി ഷാർപ്പ് സി ജി. അത് കഴിഞ്ഞിട്ട് സി ഡി ഷാർപ്പ് സി ടോപ്പിലത്തെ ജി, സി ഡി ഷാർപ്പ് സി ജി. ബാക്കിലേക്ക് വായിക്കുന്നു, പിന്നെ ഫ്രണ്ടിലേക്ക് സി ഡി ഷാർപ്പ് സി ജി, ബാക്കിലെ ജിയും ഫ്രണ്ടിലത്തെ ജിയും. അങ്ങനെ നമ്മുടെ പാട്ട് അവസാനിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആ ഫുൾ പാട്ട് ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിലേക്ക് ആദ്യമായിട്ടാണ് ചാനൽ എത്തിയെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കുകൾ നൽകി നമ്മുടെ ചാനലിന് സപ്പോർട്ട് നൽകുക. മാക്സിമം വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക്, ഫ്രണ്ട്സിന്, ഫാമിലി ഫ്രണ്ട്സിന് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ബെല്ലൈക്കൺ വെച്ചിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ലഭിച്ചാൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.